എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം. ജഗത് ജയപ്രകാശാണുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. നമ്മൾ ട്രംപിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അമേരിക്ക കഴിഞ്ഞ കുറെ ദിവസമായി കുറെ അട്രോസിറ്റീസ് രാജ്യത്തിനുള്ളിൽ നടത്തുന്നു എന്നൊരു ആരോപണം പൊതുവിൽ കേൾക്കുന്നുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഇവിടെ സാധാരണക്കാർ സംസാരിക്കുന്നതും അതൊക്കെയാണ്. അത് പ്രധാനമായും ഏലിയൻസ് എനിമീസ് ആക്ട് പോലെ വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ആക്ടുകൾ എടുത്തു പ്രയോഗിക്കുന്നു, ആളുകളെ ഡീറ്റെയിൻ ചെയ്യുന്നു. ഇപ്പോ ചെന്താരാഗോ പോലെയുള്ള തീവ്രവാദ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രിമിനൽസിനെ ഒഴിവാക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഒരു ജുഡീഷ്യൽ ഫെയർനെസ് ആവശ്യമില്ലേ ജഗൻ? അങ്ങനെ ട്രംപിന് മാത്രം എടുത്ത് തോന്നുന്ന പോലെ പ്രയോഗിക്കാനുള്ളതാണോ നിയമങ്ങൾ എന്നൊരു ചോദ്യം. പ്രത്യേകിച്ച് കോടതിയെ കൂടി മുഖവിലക്കെടുക്കാതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നുകൂടെ പോയി തുടക്കവും പോയി. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വോക്കിസം ഈ ലോകത്തെ മുഴുവൻ ബാധിച്ചു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ പറയാൻ പറ്റും. അപ്പം ഞാന് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് ഒരു കൺസർവേറ്റീവ് സ്റ്റാൻഡ് പോയിന്റിൽ നിന്നിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ അനാലിസിസ് ചെയ്യുന്നത്. ട്രംപിനെ എന്തിനു വേണ്ടിയിട്ടാണോ ജനങ്ങൾ തെരഞ്ഞെടുത്തത് ആ പ്രവർത്തികൾ മാത്രമാണ് ട്രംപ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ വേറൊരു കാര്യവും അദ്ദേഹം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ ഇവിടെ നമ്മൾക്കിപ്പം ഈ ലോക മാധ്യമങ്ങളിലാണെങ്കിലും ഈ സോകോൾഡ് BBC അല്ലെങ്കിൽ അൽ ജസീറ പോലുള്ള പ്രൊപ്പഗണ്ട പീസുകളിലാണെങ്കിലും വരുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ് നമുക്ക് എസ്പെഷ്യലി ഇന്ത്യയിലൊന്നും കിട്ടുന്നില്ല. കാരണം നമുക്കെല്ലാം അറിയാം, ഇന്ത്യയിലെല്ലാം ഓരോ ലെഫ്റ്റ് ലിബറൽ നറേറ്റീവാണ് പ്രധാനപ്പെട്ട എല്ലാ നാഷണൽ മീഡിയയും ഏറ്റുപാടുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പിന്നീട് ഈ കേരളത്തിലുള്ള മാധ്യമങ്ങളും ഇതിനെ ഏറ്റ് പാടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് നോക്കുമ്പോഴത്തേക്ക് ട്രംപ് ചെയ്യുന്നതെല്ലാം അട്രോസിറ്റീസ് ആണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ബട്ട് അട്രോസിറ്റീസ് ഒന്നും അല്ല ട്രംപ് ചെയ്യുന്നത്. ട്രംപ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മയക്കുമരുന്ന്, മനുഷ്യക്കടത്ത്, പീഡകർ എന്ന് തുടങ്ങിയ ലേബലിൽ കുറ്റവാളികളാക്കി ജയിലിനകത്ത് അടയ്ക്കപ്പെട്ട ആൾക്കാരെ തിരിച്ച് അവരവരുടെ രാജ്യത്തേക്ക് തന്നെ കയറ്റിവിടുന്നത്. അത് അദ്ദേഹം അവിടുത്തെ ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം ഇപ്പോൾ കാഷ് പട്ടേലാണ് FBI തലവൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുൻഗണന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലന്റ് ക്രൈംസിനെ എങ്ങനെയെങ്കിലും നിർത്തുക. FBI ഏജൻസിനെ ഇതിനു മുന്നേ രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ FBI ഉപയോഗിക്കപ്പെടുന്നത് ഈ ഡ്രഗ് ഡീലേഴ്സിനെയും ഫെന്റനൈൽ പോലത്തുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്നുകളെയും എങ്ങനെയെങ്കിലും അമേരിക്കയിൽ നിന്നും മൂടോടെ പിഴുതെറിയുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ FBI-ക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പാം ബോണ്ടിയാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അവരും ചേർന്നിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. അത് ട്രംപിന്റെ എല്ലാ തരത്തിലുള്ള അനുകൂലവും അതിന് ലഭിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അമേരിക്കയിലെ ഒരു ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇതിനോട് യാതൊരു വിധത്തിലുള്ള എതിർപ്പും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. നമ്മൾ ഈ എതിർക്കുന്നത് മുഴുവൻ ഈ വോക്ക് പക്ഷത്തുള്ള ചില ലിബറൽ മാധ്യമങ്ങൾ മാത്രമാണ്. അവരാണ് ഈ ട്രംപിനെ പറ്റി ഇത്ര ഡാമേജിങ് ആയിട്ടുള്ള രീതിയിൽ ഇത് എഴുതി വിടുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ രീതിയിൽ നമുക്ക് ചോദിക്കാം, കുറച്ചുകൂടെ മനുഷ്യത്വപരമായിട്ടൊക്കെ പെരുമാറിക്കൂടെ, കുറച്ചുകൂടൊക്കെ മീഡിയകളെ ഫ്രണ്ട്ലി ആക്കി നിർത്തിക്കൂടെ. കഴിഞ്ഞ 10 വർഷത്തിന് മേളിലായിട്ട് നരേന്ദ്രമോദി ഇന്ത്യയിൽ ഭരിക്കുന്നുണ്ട്. അദ്ദേഹം ട്രംപിനെ പോലെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹവും ട്രംപും ഒക്കെ ചെയ്യുന്നത് ഒരു നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്നാണ് അവർ ചെയ്യുന്നത്. ബട്ട് മോദിക്ക് ആദ്യകാലത്ത് നല്ല വിരോധികൾ ഉണ്ടായിരുന്നു, ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ടൈം ആയപ്പോൾ അത് കുറച്ചുകൂടെ കുറഞ്ഞു. മൂന്നാമത്തെ ടൈം ആയപ്പം ഇപ്പൊ ഏകദേശം മോദിയെ പറ്റി ഇപ്പം പണ്ട് പാടി പറഞ്ഞ ആ പഴഞ്ചൊല്ലുകളൊന്നും ഇപ്പം മോദിയെ പറ്റി ആരും വിമർശിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ തന്നെയായിരുന്നു ട്രംപിന്റെ ഫസ്റ്റ് ടൈമിലും അദ്ദേഹത്തെ ഫുള്ള് ബഹിരാകാശത്ത് തന്നെ നിർത്തിയിട്ട് ആൾക്കാരെല്ലാം ട്രോളുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും ട്രോളും ഹേറ്റും വരുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നില്ല ട്രംപിന്റെ ഫസ്റ്റ് ടൈമിൽ നടന്ന ആ ട്രോളും ഹേറ്റും പോലത്തെ ഉള്ള ഹേറ്റ് ഇപ്പം സെക്കൻഡ് ടൈമിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ലിബറൽ മാധ്യമങ്ങൾ അസ്വസ്ഥരാണ്. അവരുടെ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലത്തുള്ള ഹേറ്റ് ആൻഡ് സ്മിയർ ക്യാമ്പയിൻസ് നടക്കുന്നത് വേണം ഒരു കൺസർവേറ്റീവ് പക്ഷത്ത് നിന്ന് നമ്മൾ കാര്യങ്ങൾ നോക്കി കാണുമ്പോൾ അങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ. പിന്നീട്
അദ്ദേഹം നടത്തുന്ന ഈ മനുഷ്യാവകാശ ദംശനങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു തരത്തിലുള്ള അമേരിക്കൻ പൗരന്റെ ഒരു പൗരാവകാശവും അദ്ദേഹം ദംശനം ചെയ്യുന്നില്ല. ഏതെങ്കിലും രീതിയിൽ അമേരിക്കയുടെ മറ്റുള്ള അമേരിക്കൻസിന്റെ സ്വാതന്ത്ര്യത്തിനോ അവരുടെ ഭരണഘടനയ്ക്കെതിരെ എന്തെങ്കിലും ക്രൈമുകൾ ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ അവിടുന്ന് കയറ്റിവിടുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മുൻ ബൈഡന്റെ ലിബറൽ ഭരണപക്ഷം ഇരുന്ന സമയത്ത് വെനിസ്വേല, ഹൈറ്റി, നിക്കരാഗ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം വരുന്നവർക്കെല്ലാം അനധികൃതമായിട്ട് കടന്നു കയറുന്നവർക്കെല്ലാം അവര് ഒരു വർക്ക് പെർമിറ്റ് കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവരവിടെ പല ക്രിമിനൽസും അവിടെ വന്ന ശേഷം ക്രിമിനൽ ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ട്രംപ് ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ പ്രസ്താവനകളുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ അവരുടെയൊക്കെ വർക്ക് പെർമിറ്റ് റിവോക്ക് ചെയ്ത ശേഷം ഏകദേശം ഒരു 5 ലക്ഷത്തോളം വരുന്ന ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പദ്ധതി കൈക്കൊണ്ടത്. അവർക്ക് 1 മാസത്തെ സമയമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഏപ്രിൽ 24 വരെ സമയമുണ്ട്. അതിനുള്ളിൽ സെൽഫ് ഡീപ്പോർട്ട് ആവുക, അല്ലെന്നുണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പിടിച്ച് ജയിലിലിട്ട് ഗ്വാണ്ടനാമോ ബേയിലോട്ട് പറഞ്ഞു വിടും. ഒന്നും അറിയാൻ പറ്റത്തില്ല. കാരണം അവരെന്തൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ട് അതനുസരിച്ചിട്ട് അവർ ചിലപ്പോൾ ജയിലിൽ പോകും. അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് ആളെ കയറ്റിവിട്ട പോലെ ചിലപ്പോൾ ചങ്ങലയ്ക്ക് ഇട്ട ശേഷം അവരവരുടെ രാജ്യത്തേക്ക് മടക്കി അയക്കാനും ചാൻസ് ഉണ്ട്. ജഗത്ത്, ഇത് ക്രിമിനൽ ഒഫൻസ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് ജഗത്ത് പറയുന്ന പോയിന്റ്സ് ഒക്കെ വാലിഡ് ആയിരിക്കും. പക്ഷെ എന്റെ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് ഈ സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് ട്രംപ് റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ വിമർശനം ഉണ്ടാകുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഡെഫിനറ്റ്ലി അവർ ഹമാസിനെ അനുകൂലിച്ചുള്ള പ്രൊട്ടസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും അവരെ ഉള്ള എയ്ഡ് ട്രംപ് ഭരണകൂടം നിർത്തലാക്കുന്നു. ശേഷം സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് ഒരു രീതിയിലുള്ള ഒരു ആർഗ്യുമെന്റ് കൂടി നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മള് US-ന്റെ പ്രധാനപ്പെട്ട ഒരു ദേശീയ സുരക്ഷാ പോളിസി ഇപ്പം നമ്മൾ മാറിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിനു മുന്നേ യഥേഷ്ടം ആന്റി US നറേറ്റീവ് റൺ ചെയ്യാനും US-ന് ഡെത്ത് ടു അമേരിക്ക എന്നുള്ള ആ ഒരു മുദ്രാവാക്യം അവിടെ വിളിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ബൈഡന്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ അമേരിക്കയിൽ വരിക എന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ എന്തിനാണോ വന്നത് ആ കാര്യം ചെയ്യുക, അതിന് ശേഷം പുറത്തു പോവുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, മുഹമ്മദ് കെലൂലായാലും രഞ്ജിനി ശ്രീനിവാസനാണെങ്കിലും അവരൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണോ വിദ്യാർത്ഥികളായിട്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പഠിക്കാൻ വന്നവര് പഠിക്കുക. അവിടെ സമരം ചെയ്യാനും കൊടി പിടിക്കാനും പോയി കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള സാഹചര്യങ്ങൾ സംഭവിക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പൊ രഞ്ജിനി ശ്രീനിവാസന്റെ തന്നെ കേസ് എടുക്കാം. രഞ്ജിനി ശ്രീനിവാസൻ PhD സ്റ്റുഡന്റ് ആയിരുന്നു. അവിടെ പഠിക്കുന്ന സമയത്ത് ഹമാസിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചു. എന്ത് മുദ്രാവാക്യമാണ് രഞ്ജിനി ശ്രീനിവാസൻ വിളിച്ചത്? ഹം മാംഗെ ആസാദി മുദ്രാവാക്യമാണ് അവര് ക്യാമ്പസിൽ വിളിച്ചത്. ഉറുദുവിലും ഹിന്ദിയിലുമുള്ള ആസാദി മുദ്രാവാക്യങ്ങൾ എങ്ങനെയാണോ JNU ക്യാമ്പസിൽ ആസാദി മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേട്ടത്, അതിനും അതേ ടോണിലും അതേ രീതിയിലും അതേ ബോഡി ലാംഗ്വേജിലുമാണ് രഞ്ജിനി ശ്രീനിവാസൻ അവിടെ നിന്ന് ആസാദി മുദ്രാവാക്യം വിളിച്ചത്. ഈ മുദ്രാവാക്യം വിളിച്ചതിന്റെ വീഡിയോകള് അമേരിക്കയിലെ സുരക്ഷാ ഏജൻസികൾക്ക് കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എവിക്ഷൻ നോട്ടീസ് കൊടുക്കുകയും അവരുടെ വിസ ക്യാൻസൽ ചെയ്യുകയും അവർ സെൽഫ് ഡീപ്പോർട്ടായിട്ട് അവർ എന്തുകൊണ്ട് ഇന്ത്യയിൽ വന്നില്ല? അവരിപ്പോൾ കാനഡയിലെ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഇരുന്ന ശേഷം ഇന്റർവ്യൂസ് കൊടുക്കുകയാണ്. ഞാൻ രഞ്ജിനി ശ്രീനിവാസിന്റെ ഡീപ്പോർട്ടേഷൻ നടന്നതിനെ തുടർന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്തതിന്റെ അന്ന് തന്നെ രഞ്ജിനി ശ്രീനിവാസൻ ദ ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം ഏതോ ഗുഹയിൽ ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ അഭിമുഖം പുറത്തു വന്നെന്ന് അറിയത്തില്ല. കാരണം അമേരിക്കയിൽ തന്നെ വാണ്ടഡ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ഒരു ഇന്ത്യക്കാരി ടൊറന്റോ പോലത്തുള്ള ഒരു വലിയ സിറ്റിയിൽ പോയിട്ട് ഏതോ ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നിട്ട് ആ സ്ഥലം ഹിന്ദു പത്രം വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച ശേഷം അവരുമായിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് ഒരു വലിയ ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഹിന്ദുവിനകത്ത് ഓൺലൈനിൽ വരികയുണ്ടായി. അപ്പൊ ഞാൻ ആ ഓൺലൈനിലുള്ള ഇന്റർവ്യൂ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ സംസാരിച്ച സമയത്ത് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ സംസാരിച്ച ശേഷമാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. വീഡിയോ അല്ല, ആ ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടത്. ആ ആർട്ടിക്കിളിനകത്ത് എന്താണ് രഞ്ജിനി ശ്രീനിവാസൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? അവര് പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാനൊരു പച്ച പാവമായിരുന്നു, ഞാനിങ്ങനെ പുഴുക്കളെയും പൂക്കളെയും സ്നേഹിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് എന്നെ വന്ന് അവര് നോട്ടീസ് തന്നു, എന്റെ ഫ്ലാറ്റിൽ അവർ കയറി എന്നെ പിടിക്കാൻ നോക്കി, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് മോങ്ങുകയാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ നോട്ടീസ് കിട്ടിയെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവരതെല്ലാം മറച്ചു വെച്ച ശേഷം അവർ ചെയ്ത വീഡിയോ അവിടെ ഉണ്ട്. ഷീ വാസ് കോട്ട് റെഡ് ഹാൻഡഡ്.
അതാണ് സംഭവിച്ചത്. അതിന്റെ ഭാഗമായിട്ട് അവര് സ്വന്തമായിട്ട് ഡീപ്പോർട്ട് ആയി. ഇല്ലെന്നുണ്ടായിരുന്നെങ്കിൽ ICE ഡിപ്പാർട്ട്മെന്റ് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ചിലപ്പോ ജയിലിലും പോയതിനെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചങ്ങലയ്ക്ക് ഇട്ടിട്ട് ഈ നേരെ ഇന്ത്യയിൽ കയറ്റി വിട്ടേനെ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുങ്ങി ടൊറന്റോയിൽ പോയിട്ട് ഇപ്പൊ പൊങ്ങിയിരിക്കുന്നത്. അതിനുശേഷം തുരുതുര കനേഡിയൻ മാധ്യമങ്ങൾക്ക് വീഡിയോ ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി. CBSനും CBCക്കും എല്ലാം വീഡിയോ ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി. എന്താണ് ഈ നറേറ്റീവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നെക്സസ്, ടെറർ സിമ്പതൈസിങ് നെക്സസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണെന്ന് വേണം ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ മനസ്സിലാക്കാൻ. അത് ഈ ലെഫ്റ്റ് ലിബറൽ, ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് മീഡിയ നറേറ്റീവ് പുഷ് ചെയ്യുന്ന മാധ്യമങ്ങളിൽ വന്നിരുന്ന ശേഷം അവരിങ്ങനെ തുരുതുര ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. അവര് ഒരു നിഷ്കളങ്കയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ നെറേറ്റീവിന്റെ പിന്നിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ടുള്ള അമേരിക്കക്കെതിരെയുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ, അല്ലെങ്കിൽ ആന്റി സെമറ്റിക്, ആന്റി ജ്യൂ, ആന്റി ഇസ്രായേൽ ഹെയ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഫണ്ടഡ് ആണ്. ആ ഫണ്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഗുഹയിലൊക്കെ പോയിരുന്നത്, അല്ലെങ്കിൽ ഒളിവിലിരുന്നിട്ട് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാൻ പറ്റുന്നത്. ഹിന്ദു പോലുള്ള ഒരു പത്രത്തിനൊക്കെ ഇത്രയും വലിയ ഒരു നെക്സസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ടെറർ സിമ്പതൈസറിനൊക്കെ ഇന്റർവ്യൂ ചെയ്ത ശേഷം അവരെയൊക്കെ വെളുപ്പിക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചില്ലറ രീതിയിലുള്ള ഒരു ഉളുപ്പൊന്നും പോരാ. അപ്പൊ അതിനെക്കാട്ടി വലിയ ഉളുപ്പ് വേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യത്തിൽ. അപ്പം ഇത്രയും ഞാൻ ഈ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ ഈ ടെറർ സിമ്പതൈസിങ് നെറ്റ്വർക്കിന്റെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു. ഈ രഞ്ജിനി ശ്രീനിവാസൻ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വരാത്തത്? ആസാദി മുദ്രാവാക്യം വിളിച്ചവരല്ല ഇന്നിപ്പോ ജയിലിൽ കിടന്നറിയിക്കുകയാണ്. ഒറ്റ ആൾക്കാർക്ക് ജാമ്യം പോലും കിട്ടാതെ ജയിലിലാണ് പല ആൾക്കാരും. അപ്പൊ അങ്ങനത്തെ ഉള്ള സാഹചര്യത്തിൽ ആസാദി മുദ്രാവാക്യം അമേരിക്കയെ വിളിച്ചിട്ട് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാലും അവർ ഡീറ്റെയിൽഡ് ആവുന്നുള്ള ഒരു സംശയമില്ല. അത് മാത്രമല്ല, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി രഞ്ജിനി ശ്രീനിവാസൻ ഇപ്പൊ നിയമപരമായിട്ടുള്ള സഹായങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. എന്തുകൊണ്ട് അവരൊരു ഇന്ത്യൻ പൗരയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ഇന്ത്യയുടെ സഹായം തേടുന്നില്ല? അവരെന്തിനാ അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് ഒളിച്ചു പോകണം? അവർ കാനഡയിൽ ലീഗൽ ആണോ? അവർക്ക് കനേഡിയൻ വിസ ഉണ്ടോ കാനഡയിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പൊ ഈ സംഭവങ്ങൾ നടന്ന ശേഷം ഏകദേശം 3 ആഴ്ചയായിട്ട് അവർ കാനഡയിൽ താമസിക്കുന്ന ലീഗലായിട്ടാണോ അതോ ഇല്ലീഗലായിട്ടാണോ? ഇതിനൊക്കെ ഉള്ള ഉത്തരം ആര് തരും? ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല? ഇവരെ കാനഡയിൽ നിന്ന് എക്സ്ട്രഡീറ്റ് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല? അമേരിക്കൻ ഭരണകൂടം ഒരു ക്രിമിനൽ ആയിട്ട് പ്രഖ്യാപിച്ച ഇവരെ കാനഡ സംരക്ഷിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പിന്നെ ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങൾ അയ്യോ ട്രംപ് അവരെ പിടിച്ച് മൂക്കി വലിക്കും, അതുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി രക്ഷപ്പെട്ടാണ്. നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട്, അതിന്റെ പുറത്താണ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ പൂക്കളെയും പുഴുകളെയും പുഷ്പങ്ങളെയും സ്നേഹിച്ച് അവിടെ ഇരുന്നയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ ഓടിപ്പോണം? ICE വരുമ്പോൾ അവിടെ പറഞ്ഞു നെഞ്ചും വെച്ച് നിന്ന് പറഞ്ഞൂടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, എന്നെ നിങ്ങൾ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? അവർക്കറിയാം അവർ കുറ്റം ചെയ്തിട്ടുണ്ട്. അവര് ആസാദി മുദ്രാവാക്യം വിളിക്കുന്ന ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രംപിനെയും മോദിയെയും നെതന്യാഹുവിനെയും തെറി വിളിക്കുന്നുണ്ടോ ഉള്ള വീഡിയോസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നടന്ന സംഭവങ്ങൾ. ഇത് ഞാനൊരു കേസ് മാത്രമായിട്ട് ഞാൻ എടുത്തു പറയുന്നത് കാരണം വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ അതിന്റെ പിന്നിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മളിവിടെ സൗകര്യപൂർവ്വം മറച്ചു വെച്ച ശേഷമാണ് വിദ്യാർത്ഥികളെ അവിടെ സൂക്ഷിക്കുന്നേ, അത് ചെയ്യുന്നേ, ഇത് ചെയ്യുന്നേ പറയും. ഇനി മറ്റുള്ള ഒരു വസ്തുത കൂടെ മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആസാദി മുദ്രാവാക്യം വേറൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ രഞ്ജിനി ശ്രീനിവാസന്റെ പ്രശ്നം മാത്രമല്ലല്ലോ, 18,000-ഓളം ഇന്ത്യൻസിനെയാണ് ഡീപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ നിന്ന് തന്നെ വരുന്നു. കുടിയേറ്റക്കാരുടെ നിയമപരിരക്ഷ പലയിടങ്ങളിലും അമേരിക്ക റദ്ദാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഡീപ്പോർട്ടിങ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ക്രിമിനൽ ഒഫൻസസ്, അങ്ങനെ ക്രിമിനൽ ഒഫൻസസ് അല്ലാതെ വരുന്ന ആളുകളെ കൂടി ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? കാര്യം ഡീപ്പോർട്ടിങ് അമേരിക്ക ഇപ്പൊ നിലവിലൊരു പോളിസിയാക്കി തന്നെ മാറ്റിയിരിക്കുന്ന പോലെയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇമിഗ്രൻസിനെ കൊണ്ട് അവർക്ക് ആകെ ഒരു പ്രശ്നമാണ്. കാരണം ലോക്കൽ ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല, കോസ്റ്റ് ഓഫ് ലിവിംഗ് ക്രൈസിസ് തുടങ്ങിയ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ് അമേരിക്ക ഇപ്പൊ നിൽക്കുന്നത്. കഴിഞ്ഞ കോവിഡിന് ശേഷം നടന്ന ആ ഒരു സാമ്പത്തിക പ്രോബ്ലത്തിൽ അമേരിക്ക മാത്രമല്ല ലോകം മൊത്തത്തിൽ ഒരു ആടി ഉലഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്ക എത്രയും പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങളിലൂടെ, നയമാറ്റങ്ങളിലൂടെ അല്ലെ നിയമമാറ്റങ്ങളിലൂടെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ പോളിസി. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചായിരുന്നു. ഇപ്പോൾ ഈ 18,000-ഓളം വരുന്ന ഇന്ത്യക്കാരെ ഡീപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത് അത് ഓൾറെഡി ഇന്ത്യൻകാര് അവിടെ ഇല്ലീഗലായിട്ട് എത്തിയ ശേഷം അവിടെ പല ക്രൈമുകളും ചെയ്ത് ജയിലിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഡീറ്റൻഷൻ സെന്ററുകളിലോ ഇരിക്കുന്ന ആൾക്കാരെയാണ് ഡീപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ വലുതാണ് അനധികൃതമായിട്ട് അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം. എന്റെ അറിവിൽ എനിക്ക് കിട്ടിയ ഏറ്റവും ഒരു ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഏകദേശം 8 ലക്ഷത്തോളം ഇന്ത്യക്കാര്, ഡോക്യുമെന്റഡ് അല്ലാത്ത ഇന്ത്യക്കാര് അമേരിക്കയിലുണ്ട്. അവര്
ക്രൈം ചെയ്യുന്ന പക്ഷം ആണ് അവർ ജയിലിലാവുന്നതും അവരെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഡീറ്റൻഷൻ സെന്ററിൽ പാർപ്പിച്ച ശേഷം കൊടും ക്രിമിനൽസിനെയും കുറ്റവാളികളും എല്ലാം ചങ്ങല കയറ്റി ഇന്ത്യയിലോട്ട് കയറ്റിവിടും. അല്ലാത്തുള്ള ആൾക്കാർക്ക് അവിടെ ലീഗലായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അവരവര് തന്നെ കണ്ടുപിടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സെൽഫ് ഡിപ്പോർട്ടായി ഇന്ത്യയിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് പോവുക എന്നുള്ളത് മാത്രമുള്ള അവരുടെ ഫ്രണ്ടിലുള്ള ഓപ്ഷൻ. ഇവര് ഇപ്പോൾ നടത്തുന്ന റെയ്ഡുകളും എല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ്, അതായത് അമേരിക്കൻ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തവരെ മാത്രമാണ് ഇപ്പൊ ടാർഗറ്റ് ചെയ്യുന്നത്. ബട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അമേരിക്കയിൽ ഡോക്യുമെന്റഡ് അല്ലാതാണ് നിൽക്കുന്നുണ്ടെങ്കിൽ യു ആർ ഡൂയിങ് എ ക്രിമിനൽ ആക്ടിവിറ്റി. നിങ്ങൾ ഒരു ക്രിമിനൽ തന്നെയാണ്. അമേരിക്കൻ ഡോക്യുമെന്റ് ഇല്ലാതെ വരുന്നത് തന്നെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ അതിനാൽ നിങ്ങൾ ഓൾറെഡി ക്രിമിനലാണ്. അമേരിക്കൻ ഡോക്യുമെന്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ക്രിമിനലാണ്. നിങ്ങളുടെ വിസ തീർന്നാലും നിങ്ങൾ ഓവർസ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അതും ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കപ്പെടും. സോ അതുകൊണ്ട് ഈ ക്രിമിനൽ ആക്ടിവിറ്റി എന്നുള്ള ആ ഒരു സാധനത്തിന്റെ ആംബിഗ്യൂറ്റി ഇപ്പൊ മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഡോക്യുമെന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിമിനലാണ്. നിങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യില്ല. നിങ്ങൾ മാല മോഷ്ടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കൊലപാതകം നടത്താനോ ഒന്നും പോകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾ ക്രിമിനൽ ആയിക്കഴിഞ്ഞു. നിങ്ങൾ ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ക്രിമിനൽ ആയിക്കഴിഞ്ഞു. പിന്നെ പക്ഷെ ജഗത്ത് ഇത് ഇപ്പോൾ എങ്ങനെയാണ്? അതായത് ഒന്ന് ഇതിന്റെ സാമ്പത്തികമായ വശങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതല്ലേ? അതായത് ഒന്ന് ഇതിനെ എക്കോണമിയിൽ അവർ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ടാവും, അവർ ആ ലോക്കൽ എക്കോണമിനെ പരിപോഷിപ്പിക്കുന്നുണ്ടാവും. അപ്പം മാത്രമല്ല ഇതിന്റെ വേറൊരു വശം കൂടിയുണ്ട്. ഇപ്പൊ ജർമ്മനി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇത് മോഡലാക്കാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ കാനഡ അവരുടെ ബോർഡേഴ്സ് സൈനികവൽക്കരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക വശങ്ങൾ അല്ലെങ്കിൽ അയൽ രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം, ഇതൊക്കെ അമേരിക്ക വില കൊടുക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അമേരിക്ക അതിന് വില കൊടുക്കാൻ തയ്യാറായിട്ടാണ് ട്രംപിന് തെരഞ്ഞെടുത്തത് തന്നെ. അമേരിക്ക ഓൾറെഡി ബൈഡനെ ചുമന്നതിന്റെ വില ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ ജനങ്ങളാണ് അവരുടെ പോക്കറ്റിൽ നിന്ന് കാശ് ചെലവാക്കി ആ വില കൊടുത്തോണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ഫൈനാൻഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പറഞ്ഞ പോലെ ഡ്രെയിൻ ദ സ്വാമ്പ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ വൃത്തികേടായിട്ട് കിടക്കുന്ന എല്ലാ വൃത്തികേടുകളെ ഒഴിവാക്കിയ ശേഷം അമേരിക്ക ഒന്ന് തൂത്ത് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയും സാമ്പത്തിക ബുദ്ധിമുട്ടും അമേരിക്ക സഹിക്കാൻ തയ്യാറാണെന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടെ ഞാനിവിടെ സൂചിപ്പിക്കണം. മുമ്പേ ഞാനത് സൂചിപ്പിക്കാൻ നേരത്തെ നമുക്കത് എനിക്ക് തുടരാൻ പറ്റിയില്ല. ഇപ്പോൾ അമേരിക്കയിലേക്ക് വരുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിസ ഉണ്ടെങ്കിൽ, അത് സ്റ്റുഡന്റ് വിസയോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ ബിസിനസ് വിസയോ എന്തെങ്കിലും വിസയോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എയർപോർട്ടിൽ വരുന്ന സമയത്ത് അവിടുത്തെ ബോർഡർ സെക്യൂരിറ്റി ആൾക്കാർ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥർ, ഐസിന്റെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എയുടെ സഹായത്തോടെ പരിശോധിച്ച ശേഷം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഹമാസ്, ആന്റി ഇസ്രയേൽ, ആന്റി ജൂ, ഏതെങ്കിലും ഹേറ്റ് ക്യാമ്പയിൻ എന്തെങ്കിലും തരത്തിൽ നടത്തിയിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രീൻ കാർഡ് പോലും ക്യാൻസൽ ചെയ്ത് നിങ്ങളെ കയറ്റിവിടാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനാൽ ആണ് ഇപ്പോൾ ജർമ്മനി, കാനഡ പോലെ ഉള്ള രാജ്യങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ടും അവരുടെ പൗരന്മാർക്ക് ഒരു വാർണിംഗ് കൊടുത്തേക്കുന്നത്. കാരണം ഇത് പല ലിബറൽ പക്ഷത്തുള്ള ആൾക്കാരും ഇതുപോലുള്ള ആന്റി ജൂ, ആന്റി അമേരിക്ക റെട്ടോറിക് എടുത്തു വിടുന്നുണ്ട്, പടച്ചു വിടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ അവർ കമന്റുകളും പോസ്റ്റുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയും കമന്റ് പോസ്റ്റുകളും എല്ലാം പരിശോധിക്കാൻ വേണ്ടി എയുടെ സഹായമാണ് ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നത്. അതിനാൽ ഇങ്ങനെ ട്രംപിനെതിരെയോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെയൊക്കെ തെറി വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹമാസിനെ അനുകൂലിച്ചും ജൂതന്മാരെ വെറുക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഡീറ്റൻഷൻ സെന്ററിൽ കൊണ്ടുപോയി നിർത്തും, അവർ ചോദ്യം ചെയ്യും, അവർ നിങ്ങളുടെ ശരീര പരിശോധന നടത്തും. ഒന്നും പറയാൻ പറ്റത്തില്ല എന്താണ് സംഭവിക്കുന്നത്. കാരണം അമേരിക്കയിൽ വൺസ് നിങ്ങൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയുടെ നിയമങ്ങൾക്ക് നിങ്ങൾ ബാധകമാണ്. അതിനാൽ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ ഏതെങ്കിലും രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അമേരിക്കയിലേക്ക് പോകാതിരിക്കുക. വെറുതെ എന്തിനാണ് ജയിലിൽ പോയി കിടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഹ്യൂമിലിയേഷൻ സഹിക്കേണ്ടി വരും. ഈ പ്രോ ഹമാസ്, പ്രോ ടെററിസ്റ്റ് സിമ്പതൈസേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ഫസ്റ്റ് ലെവലിൽ അവർ പിടിക്കുന്നത്. അതിനുശേഷം റാഡിക്കൽ ലെഫ്റ്റ് ലിബറൽസുകളെയും ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ പുതിയ അറിവ്. അതിനാൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ട്രാവൽ അഡ്വൈസറി എല്ലാ രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ അമേരിക്കക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നടത്തിയ ശേഷം അമേരിക്കയിൽ പോയിട്ട് സ്വതന്ത്രമായിട്ട് വിഹരിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെ അമേരിക്കയിൽ ബാധിക്കും എന്നുള്ളതാണ്. ഇന്നലെ ഒരു ഡീല് ഹുണ്ടായി കമ്പനി US നടത്തിയിട്ടുണ്ടായിരുന്നു. അത് അമേരിക്കയിലെ ഒരു സംസ്ഥാനത്ത്
എനിക്ക് തോന്നുന്നു ജോർജിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജോർജിയ സംസ്ഥാനത്ത് ഹുണ്ടായി സ്റ്റീലിന്റെ ഒരു വലിയ ഫാക്ടറി തുറക്കുന്നു. ഹുണ്ടായി ഓട്ടോമൊബൈൽസിന്റെ ഒരു വലിയ മാനുഫാക്ചറിങ് യൂണിറ്റ് തുറക്കുന്നതായിട്ട് ഒരു കരാർ അവർ ഒപ്പുവെക്കുകയുണ്ടായി. ഹുണ്ടായുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും ട്രംപും തമ്മിലായത് കരാർ ഒപ്പുവെച്ചത്. അതൊരു വലിയ ഒരു പ്രോജക്റ്റാണ്, $5 ബില്യൺ പ്രോജക്റ്റാണ്. അതിനോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറയുകയുണ്ടായി, കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ $4 ട്രില്യൺ നിക്ഷേപം അമേരിക്കയിൽ അദ്ദേഹം കൊണ്ടുവന്നതായിട്ട് പറയുന്നുണ്ടായി. അതിൽ തന്നെ ആപ്പിൾ പോലുള്ള വലിയ കമ്പനി $500 ബില്യൺ ഡിപ്പോസിറ്റ് ആണ് അമേരിക്കയിൽ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ പല രാജ്യങ്ങളും US വലിയ രീതിയിൽ ഫാക്ടറി, അതായത് ജോബ് മാർക്കറ്റിനെ പരിപോഷിപ്പിക്കാനായിട്ട് അവർ ഫാക്ടറികളും മാനുഫാക്ചറിംഗ് യൂണിറ്റുകളും എല്ലാം തുടങ്ങാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനാൽ ഈ പറയുന്ന പോലെ ഉണ്ടാവുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെന്റിലൂടെ മറികടക്കുക, അതിനുശേഷം നിയമനിർമ്മാണം നടത്തി ടാക്സ് കട്ട് കൊടുത്ത ശേഷം താരിഫ് 2-ാം തീയതി മുതൽ പ്രഖ്യാപിക്കുന്നതോടുകൂടി കൂടുതൽ ആൾക്കാർ അമേരിക്കയിൽ പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരും. ഈ ടാരിഫ് കൊണ്ട് എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻസിന് വേണ്ടിയിട്ടുള്ള സാധനം അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുക. പുറത്തുനിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് അമേരിക്ക കൊണ്ടുവരുമ്പോൾ അവർ ടാരിഫ് അടിക്കും. പക്ഷേ അമേരിക്കയിൽ ഉൽപ്പാദിച്ച് അമേരിക്കയിൽ തന്നെ വിൽക്കുന്നതിന് ടാരിഫ് ഇല്ല. അദ്ദേഹം ഇന്നലത്തെ ആ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി, യു മേക്ക് ഹിയർ യു വിൽ നോട്ട് ബി താരിഫ്. അത് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം അമേരിക്കയിലുള്ള ആൾക്കാർക്ക് ജോബ്സ് കൊടുക്കുക, അവർക്ക് അതുവഴി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ട്രംപിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരും. ഈ പറയുന്ന സോക്കോൾഡ് സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം അദ്ദേഹം മറികടക്കും എന്നും തന്നെയാണ് ഇവിടെയുള്ള കൺസർവേറ്റീവ് പക്ഷം എന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഭാഗം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസ് അവര് മറികടക്കും എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. ജഗത്, നമുക്കറിയാം ഇന്ത്യക്കാരും ഇതുമായി ബന്ധപ്പെട്ട് പെടാൻ പോകുന്ന ഒരു അവസ്ഥയാണെന്നാണ് ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക. ട്രംപിന്റെ ഇത്തരത്തിലുള്ള നയം മാറ്റങ്ങൾ അല്ലെങ്കിൽ തിരുത്തലുകൾ, ബൈഡൻ സർക്കാർ ഏറ്റെടുത്ത കാര്യങ്ങളിലെ മാറ്റലുകളൊക്കെ എങ്ങനെയാണ് ഇന്ത്യക്കാരെ ബാധിക്കുക? ഒരുപാട് ഇന്ത്യക്കാരും ഇന്ത്യൻ വിദ്യാർത്ഥികളും ധാരാളം ഉള്ളൊരു ഭൂമിയാണ്, ഒരു പ്രദേശമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതെങ്ങനെ ഇന്ത്യക്കാരെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഇവിടെ എന്തായാലും വരുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ട്രംപിനെ അനുകൂലിക്കുന്നതല്ല, പ്രതികൂലമായാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ എന്താണ് അക്കാര്യത്തിലുള്ള ഒരു ഒബ്സർവേഷൻ? ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇപ്പോൾ വറി ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. കാരണം വ്യാകുലപ്പെടേണ്ട ഒരു തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഇപ്പൊ നടക്കുന്നില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ യു ആർ ലീഗൽ. നിങ്ങൾ ലീഗലായിട്ട് അമേരിക്കയിൽ ജോലി ചെയ്യുകയാണ്, അമേരിക്കയിൽ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇല്ലീഗലായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 7 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഇല്ലീഗലായിട്ടുണ്ടെന്നാണ് കണക്ക്. ആ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ ഭയപ്പെടേണ്ട ചാൻസ് ഉണ്ട്. അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇല്ലീഗലായിട്ട് ആരെങ്കിലും അമേരിക്കയിൽ നിൽക്കാൻ ശ്രദ്ധിക്കുക, അവർക്ക് ഭാവിയിൽ ദോഷം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യക്കാരെ പറ്റി നമ്മൾ സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരോട് ട്രംപിന് വലിയ സ്നേഹമാണ്. ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നരേന്ദ്രമോദി. അവർ തമ്മിൽ ഒരു സുഹൃത്ത് ബന്ധം തന്നെയാണ് ഉള്ളത്. അപ്പൊ അതിനാൽ മോദിയും പറഞ്ഞിട്ടുണ്ട്, ഇല്ലീഗലായിട്ടുള്ളവർ നിങ്ങൾ കയറ്റിവിട്ടോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഇതിനു മുന്നേ നിക്കോരാഗൻസ് കയറ്റിവിടുന്ന ഒരു ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൊളംബിയയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത്, ഞങ്ങൾ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് കയറ്റിവിടരുത്, ഞാൻ ഫ്ലൈറ്റ് ഒന്നും ഇറങ്ങാൻ അനുമതി കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ടാരിഫ് അടിച്ചു കൊടുത്ത് അവര് പേടിച്ചു പോയി. അതിനുശേഷം ഫ്ലൈറ്റ് ഇറങ്ങാനുള്ള അനുമതി കൊടുത്തു. അങ്ങനത്തെ ഒരു ഡ്രാമയ്ക്ക് ശേഷമാണ് നിക്കരാഗയും മെക്സിക്കോയും അങ്ങനത്തെ രാജ്യങ്ങളെല്ലാം ഇല്ലീഗൽസിന് തിരിച്ചയക്കാൻ സംഭവിച്ചത്. ബട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ട്രംപ് മോദിയായിട്ടുള്ള അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വർത്തമാനവും നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെല്ലാം അമേരിക്കയിൽ നിന്ന് വിമാനം പുറപ്പെട്ട് അമൃത്സറിൽ ലാൻഡ് ചെയ്ത ശേഷമാണ് അറിഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഡിപ്ലോമാറ്റിക് ക്രൈസിസോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ലാൻഡിങ്ങിന് അനുമതി കൊടുക്കത്തില്ലായിരുന്നു. കാരണം ഇന്ത്യൻ എയർ സ്പേസിൽ ഇന്ത്യയുടെ അനുമതി ഇല്ലാതെ ഒരു വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വിമാനത്തിനും പോകാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ അനുമതിയോടും ട്രംപിന്റെയും മോദിയുടെയും പരസ്പര സഹകരണത്തോടു കൂടിയാണ് ഈ പറഞ്ഞ ഇല്ലീഗൽ ഏലിയൻസിനെ എല്ലാം അവിടുന്ന് ഇങ്ങോട്ട് കയറ്റിവിടുന്നത്. അതിനകത്ത് ഇന്ത്യക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ഇല്ലീഗലായിട്ടുള്ളവരെ എല്ലാം കയറ്റിവിടണം തന്നെയാണ് മോദിയുടെ ഒരു നിലപാട്. അപ്പൊ ആ നിലപാടിനോട് അനുബന്ധിച്ച് തന്നെ ഈ പറയുന്ന പോലെ ഇപ്പം ഈ ലാറ്റിൻ അമേരിക്കൻസ് ഡ്രഗ് ഡീലേഴ്സ്, മയക്കുമരുന്ന് ആൾക്കാരെ എല്ലാം കയറ്റിവിട്ട് വൃത്തിയാക്കിയ ശേഷം അതിനെ തുടർന്ന് പിന്നീട് ഇല്ലീഗലായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം അടുത്ത സ്റ്റെപ്പിലോട് വരുമ്പോഴത്തേക്ക് കയറ്റിവിടും. പിന്നെ വിദ്യാർത്ഥികളോട് സൂചിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കാനാണെങ്കിൽ പഠിക്കുക. ആസാദി മുദ്രാവാക്യം വിളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ സെൽഫ് ഡിപ്പോർട്ടായിട്ട് ഓടിപ്പോയിട്ട് വല്ല ഗുഹയിൽ ഇരുന്ന് ഇന്റർവ്യൂ കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പൊ തന്നെ ഇന്റർവ്യൂ എടുത്ത് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി കൂടുതൽ ഇന്റർവ്യൂ എടുക്കാൻ BBC-ക്കും CBS-നും ഒന്നും പറ്റത്തില്ല. കാരണം ആൾറെഡി ഉള്ള കോട്ടയെല്ലാം കഴിഞ്ഞു. അതിനാൽ ബാക്കിയുള്ള ഹമാസ് ടെററിസ്റ്റ് സിമ്പതൈസേഴ്സ് ഒക്കെ അവരുടെ
കഴുത്തിൽ പിടി വീഴുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും സെൽഫ് ഡിപ്പോർട്ട് ആയിട്ട് അല്ലെ കാനഡയിലോട്ടോ അങ്ങോട്ടും കൊണ്ട് പോവുക. അല്ലാതെ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കാർ പിടിച്ച് ജയിലിലിടും, അതും പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഇന്ത്യ പോലും വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചത്. നിങ്ങൾ അവിടുത്തെ ഇരുന്ന് സദ്ദാം ഹുസൈനും തുടങ്ങിയ സൈമൻ അൽ ഹവാരിക്കും അല്ലെങ്കിൽ ബിൻ ലാദനും ഒക്കെ അവിടെ ഇരുന്ന് സ്തുതി പാടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, ചിലപ്പോൾ പിടിച്ച് അകത്തിടാൻ ചാൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ വല്ല ലിബറൽ ആയിട്ടുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ ഓടിപ്പോയ ശേഷം ഞാനൊരു വീരപരിവേഷം കിട്ടുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ അവിടെ പോരാടിയത് പൂക്കൾക്കും പുഴുക്കൾക്കും പുഷ്പങ്ങൾക്കും വേണ്ടിയിട്ടാണെന്നൊക്കെ ഒരു നെഗറ്റീവ് തള്ളിവിട്ട് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചാളൊക്കെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ടാണ്, ഇന്ത്യക്കാരനാണ് എന്നെങ്കിലും ഇന്ത്യ വന്നേ പറ്റും. ആ സമയത്ത് അന്ന് നരേന്ദ്രമോദി ഇന്ത്യയിൽ ഭരിക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജയിലിൽ പോകും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിഷ് യു ആൾ ഗുഡ് ലക്ക് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാത്ത വിദ്യാർത്ഥികൾ മര്യാദയ്ക്ക് പഠിക്കുക, പഠിച്ച ശേഷം നിങ്ങൾക്ക് ലീഗൽ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ യു എസിൽ നിൽക്കുക, ഇല്ലീഗൽ സ്റ്റാറ്റസ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ സെൽഫ് ഡിപ്പോർട്ട് ആവുക, ജയിലിലൊന്നും പോകാതെ രക്ഷപ്പെടാം. അങ്ങനെ ആരും അറിയത്തില്ല, നാട്ടുകാരൊന്നും അറിയത്തില്ല ജയിലിൽ പോയെന്നോ ആ സതിക്ക് മുദ്രാവാക്യം വിളിച്ചെന്നോ. ഇപ്പൊ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജയിലില്ലാതെ വേറെ മാർഗമൊന്നുമില്ല. പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് അകത്തുള്ള പോസ്റ്റുകൾ അവർ ഇപ്പൊ തന്നെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രവൃത്തിയും ചെയ്യില്ല, നമ്മൾ നോക്കുമ്പോൾ വളരെ മാന്യൻ, പക്ഷേ വീട്ടിന്റെ മേളിലുള്ള മട്ടുപ്പാവിൽ കഞ്ചാവ് നടി നല്ലവനായ ഉണ്ണിയാവാതിരിക്കുക, കഞ്ചാവ് നടി ഒന്നും നടാതിരിക്കുക, അതുപോലത്തെ തീവ്രവാദ പ്രവർത്തന പോസ്റ്റുകളൊന്നും ഇടാതിരിക്കുക, മര്യാദയ്ക്കിരിക്കുക, പഠിക്കാനാണെങ്കിൽ പഠിക്കുക, തിരിച്ചു വരിക, അത്ര മാത്രം ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. പിന്നെ ഈ ഇല്ലീഗൽ ബോർഡർ ക്രോസിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു ഇഷ്യൂവും കൂടെ സൂചിപ്പിക്കാനുണ്ടായിരുന്നു. അതായത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുന്നേ കാനഡയിൽ നിന്നും അമേരിക്കയിലോട്ട് ഇഷ്ടം പോലെ ഇല്ലീഗൽ അസൈലം സീക്കേഴ്സ് പോകുന്നുണ്ടായിരുന്നു. അത് എസ്പെഷ്യലി പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അനധികൃതമായിട്ട് ബോർഡർ ക്രോസ് ചെയ്ത് യു എസിലോട്ട് പോകുന്നുണ്ട്. ഒരു മാസം 3000, 4000, 5000 പേര് വെച്ച് പോകുന്നുണ്ടായിരുന്നു. അതായത് കാനഡയിൽ സ്റ്റുഡന്റ് വിസയിലോ അല്ലെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് വിസയിലോ ഡിപെൻഡന്റ് വിസയിലോ ഒക്കെ വന്ന ശേഷം ഇവിടുന്ന് രക്ഷപ്പെട്ട് നേരെ യു എസിലോട്ട് പോയി അവിടെ അസൈലം സീക്കിങ് ഉണ്ടായിരുന്നു. അതിലൊരു 35% ആൾക്കാരും പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു അങ്ങനെ അസൈലം സീക്കേഴ്സ് ആയിട്ട്. അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച്. പക്ഷേ ജനുവരിയിൽ ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി അതിന്റെ എണ്ണവും ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ കാനഡയിൽ നിന്ന് കൂടി യു എസിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ യു എസിൽ നിന്ന് എല്ലാവരും ഓടി കാനഡയിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആരെങ്കിലും ഇല്ലീഗൽ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കീഴടങ്ങുക, അല്ലെന്നുണ്ടെങ്കിൽ സെൽഫ് ഡിപ്പോർട്ട് ചെയ്യുക. വെറുതെ ജയിലിലൊക്കെ പോയി കിടന്ന് വല്ല ഗ്വാണ്ടിനാമോയിലും പോകും, അല്ല അമേരിക്ക ജയിലിൽ പോലും അല്ല ഇടുന്നു, വല്ല ഗ്വാണ്ടിനാമോയിലൊക്കെ കൊണ്ടുപോയിട്ട് അവരിട്ട് കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ പൂക്കളും പുഴുക്കളും പുഷ്പങ്ങളെയൊക്കെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും സ്നേഹിച്ച് ഇന്ത്യയിൽ തന്നെ ഇരിക്കുക. ഇന്ത്യയിലാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫെയർ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കോടതിയിലൊക്കെ പോയി കുറച്ച് കേസൊക്കെ നടന്ന് തിഹാർ ജയിലിലൊക്കെ പോയി കിടക്കാം. സ്വന്തം നാട്ടിലാണെന്നുള്ള ഒരു വിശ്വാസമെങ്കിലും ഉണ്ടല്ലോ. അല്ലാതെ അമേരിക്കൻ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്വാണ്ടിനാമോ ബെയിലും. തീർച്ചയായിട്ടും ജഗത് വളരെ വ്യക്തമാണ്. എന്നാലും അമേരിക്കക്കാർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഫാഷിസ്റ്റ് സർക്കാരൊന്നുമല്ല. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടാണ് പ്രസിഡന്റ് പദവിയിൽ എത്തിയത്. എന്തായാലും അമേരിക്ക ആക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ആഗ്രഹം. അതിനായി അദ്ദേഹം ചെയ്യുന്ന നടപടികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരുപാട് നന്ദി ജഗത് മറുനാടോട് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്.